പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടെ ഗൾഫ് മേഖലയെ ബന്ധിപ്പിച്ച് ഇന്ത്യയിൽ നിന്നും ഇന്ന് 58 വിമാന സർവീസുകൾ. സൗദി ഒമാൻ വ്യോമപാത തുറന്നതിന് പിന്നാലെയാണ് സർവീസുകൾ. അതേസമയം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്ന 12 വിമാനങ്ങളും തിരുവനന്തപുരത്തേക്കുള്ള 9 വിമാനങ്ങളും റദ്ദാക്കി. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടയിൽ ഗൾഫ് മേഖലയെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്നും ഇന്ന് 58 വിമാന സർവീസുകളാണുള്ളത്. സൗദി ഒമാൻ വ്യോമപാത തുറന്നതിനു പിന്നാലെയാണ് സർവീസുകൾ പുനരാരംഭിച്ചത്. ജിദ്ദയിലേക്കും മസ്കറ്റിലേക്കും എയർ ഇന്ത്യ കഴിഞ്ഞ ദിവസം ഷെഡ്യൂൾഡ് സർവീസുകളും പുനരാരംഭിച്ചിരുന്നു. ഇന്ന് 24 ഷെഡ്യൂൾഡ് വിമാനങ്ങളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലെത്തിക്കാനായി ഇന്ന് 34 നോൺ ഷെഡ്യൂൾഡ് സർവീസുകളും നടക്കും. ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് തുടങ്ങിയ കമ്പനികൾ യുഎഇയിൽ നിന്ന് പ്രത്യേക സർവീസുകൾ നടത്തും. അബുദാബി, മസ്കറ്റ് എന്നിവിടങ്ങളിലേക്ക് ഭാഗികമായി സർവീസുകൾ പുനരാരംഭിക്കാനും ശ്രമം നടത്തുന്നുണ്ട്. കേരളത്തിലെ കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ നിന്ന് മസ്കറ്റിലേക്കും തിരിച്ചുമുള്ള ഷെഡ്യൂൾഡ് സർവീസ് ഇന്നുണ്ടായിരിക്കും. നോൺ ഷെഡ്യൂൾഡ് വിഭാഗത്തിൽ കൊച്ചി, റാസൽ ഖൈമ, കൊച്ചി സർവീസും ഇന്നുണ്ടാകും. അതിനിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്ന 12 വിമാനങ്ങളും തിരുവനന്തപുരത്തേക്കുള്ള 9 വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. ശനിയാഴ്ച വിമാനത്താവളത്തിൽ തിരുവനന്തപുരത്ത് എത്തേണ്ട 9 സർവീസുകളും വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പുറപ്പെടേണ്ട 12 സർവീസുകളുമാണ് റദ്ദാക്കിയിട്ടുള്ളത്. യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പായി അതാത് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ടുള്ള സർവീസുകളുടെ കൃത്യമായ വിവരം ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.